പാളയത്തേക്കാണ്, തിരുവനന്തപുരത്തേക്കാണ്. അവിടെ നിന്ന് ഐഷത്തുൽ ഷംന നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷംന, ഞാൻ മുമ്പേ ഫ്രെയിമിൽ കണ്ടു, നമ്മൾ ഈ ഫ്രെയിമിൽ കാണുന്ന പോലെ ഒരു കുഞ്ഞിക്കണ്ണനെയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. എങ്ങനെയുണ്ട് അവിടുത്തെ ആഘോഷമൊക്കെ? ഹലോ ഹലോ ഹലോ, മൈക്ക് ഷംന, കേൾക്കുന്നുണ്ടോ? അവിടെ ഒരു കുഞ്ഞിക്കണ്ണനുമായിട്ട് രസിച്ച് നിൽക്കുകയാണോ? ശ്രീകാര്യം നഗരം കഴിഞ്ഞാൽ ഹലോ പേരിക്കൂട് നഗരമാണ് ഈ ശോഭയാത്രയെ അനുഗമിക്കാൻ. നമ്മൾ പറയുന്നത് കേൾക്കാൻ ഷംനയ്ക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. വളരെ ഒച്ചയുള്ള ഒരു സ്ഥലത്തു കൂടിയാണല്ലോ ഷംന നിൽക്കുന്നത്. ഷംന, പാളയത്തെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നായിരുന്നു ചോദിച്ചു വരുന്നത്. ഒരു കുഞ്ഞിക്കണ്ണനെ നമുക്ക് ഫ്രെയിമിൽ കാണാം ഷംനയുടെ കൂടെ. അതെ അതെ ആര്യ, തീർച്ചയായും എന്റെ കൂടെ ഒരു കുഞ്ഞി കണ്ണനുണ്ട്. ഒരുപാട് കണ്ണന്മാര്, രാധമാര്, ഗോപികമാരൊക്കെ ഇവിടെ ഉണ്ട്. വളരെ ഒരു ഗംഭീരമായി തന്നെയാണ് തിരുവനന്തപുരത്ത് ഈ ശോഭയാത്ര നടക്കുന്നത്. ഇപ്പോ ശോഭയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ ഒരു നീണ്ട ഒരു യാത്രയാണ്. ഈ കുഞ്ഞിക്കണ്ണന്മാരുടെ ഓരോ കുസൃതികളൊക്കെ നമുക്ക് ഈ ശോഭയാത്രയുടെ ഇടയിൽ ഇങ്ങനെ കാണാൻ കഴിയും. എന്തായാലും വലിയ ആഘോഷമാണ്, വലിയ രീതിയിലുള്ള ഒരു യാത്രയാണ് തിരുവനന്തപുരത്ത്. ഇപ്പോൾ പാളയം പരിസരത്താണ് ഇപ്പോൾ ഈ ശോഭയാത്ര നടക്കുന്നത്. കുഞ്ഞിക്കണ്ണൻ എന്റെ കയ്യിലിരുന്ന് ഇപ്പം കരച്ചിലൊക്കെ തുടങ്ങാൻ. ഹലോ, ക്യാമറ നോക്കൂ. ക്യാമറ കണ്ട ആള് അങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണ്. ആളുടെ വീട്ടുകാരൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്റെ കയ്യിലിരുന്ന്. എന്തായാലും ഈ കുഞ്ഞിക്കണ്ണന്റെ ചേട്ടനുണ്ട് നമ്മുടെ കൂടെ. ചേട്ടാ, മോന്റെ പേരെന്താ? കാത്തു. കാത്തു കാത്തു ചേട്ടന്റെ മോനാണ്? ചേട്ടന്റെ മോനാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു ഒരുക്കമൊക്കെ? കുഴപ്പമില്ല, നമ്മളെല്ലാവരും ഒന്നിച്ച് തന്നെ, നമ്മളെ ബാലഗോകുലത്തിന്റെ ഇതില് അവരൊന്നിച്ച് തന്നെ നമ്മൾ ചേർത്തണം എല്ലാവരും. കുഞ്ഞിക്കണ്ണനെ ഒരുക്കാനൊക്കെ കുറച്ച് പണിപ്പെട്ടു. ഉറക്കത്തില് നോക്കുമ്പോ ഇങ്ങനെ ഓടി നടക്കുന്നത്. ഉറക്കത്തിലാണ് പുള്ളിയെ. അല്ലാതെ സമ്മതിക്കില്ല. ഈ പൊട്ടിടാനൊക്കെ ഉറക്കിയാലേ കാത്തുന്നാണ് പേര്. അങ്ങനെ അത് തന്നെയാണ് ഇവിടെ ഒരുപാട് കുഞ്ഞിക്കണ്ണന്മാരെ നമുക്ക് കാണാൻ കഴിയും. വലിയ വലിയ രസമാണ്. പ്രത്യേകിച്ച് ഞാൻ ആദ്യമായിട്ടാണ് അതാണ് ഷംന ഞാനും ചോദിക്കാൻ വന്നത്. ഷംനയുടെ ആദ്യത്തെ ജന്മാഷ്ടമി റിപ്പോർട്ടിംഗ് ആയിരിക്കുമല്ലോ. എങ്ങനെയുണ്ട് അവിടെ പോയി അത് നേരിട്ട് കണ്ട് അതിനിടയിൽ കൂടി റിപ്പോർട്ട് ചെയ്തിട്ട്? അതെ അതെ, അത് വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ആര്യ. തീർച്ചയായും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിൽ തന്നെയാണ്. ഒപ്പം ഇതുപോലെയുള്ള കുഞ്ഞു കണ്ണന്മാരൊക്കെ കൂടെ കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അത് വലിയ രീതിയിൽ തന്നെ ഉണ്ട് ആര്യ. തീർച്ചയായും അവിടെ അങ്ങനെ പാളയത്തും ജന്മാഷ്ടമി ആഘോഷങ്ങൾ, ശോഭായാത്ര, വർണ്ണാഭം വിട്ടിരിക്കുകയാണ്. ആരുടെ കയ്യിലാണ് ഇപ്പൊ ഇരിക്കുന്നതെന്ന് അറിയാതെ. അതെ, ഷംന വരുമ്പോൾ കൊണ്ടുവരരുത് കേട്ടോ. കുഞ്ഞിക്കണ്ണനെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തിട്ടേ തിരികെ വരാവേ. അതെ അതെ, ഞാനതാണ് ആലോചിക്കുന്നത്. ആള് കുറെ നേരം ഇപ്പൊ എന്റെ കൂടെ കൂടിയിട്ട് ഞാൻ നോക്കുമ്പോ ഇങ്ങനെ ഓടി കളിക്കുക റോഡ് കൂടെയൊക്കെ. അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ കൈ കാണിച്ച് എടുത്തതാണ്. ഇപ്പൊ ആള് ആ ഗന്ധം വിട്ട് എവിടെയാണ് പെട്ടിരിക്കുന്നതെന്ന് അറിയാതെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഇവിടെ വളരെ ആഘോഷമായിട്ടാണ് പരിപാടി നടക്കുന്നത്. ഈ വാഹനങ്ങളിലൊക്കെ കൃഷ്ണന്റെ വിഗ്രഹം, അതുപോലെ ഈ വെണ്ണക്കുടം ഒക്കെ അതുപോലെ ഒരുപാട് ഈ ചെറിയ കുട്ടികൾ മുതൽ വലിയ പ്രായമായവർ വരെ ഈ കൃഷ്ണന്റെയും രാധമാരുടെ ഒക്കെ വേഷം കെട്ടി ഇങ്ങനെ പോകുന്നത് കാണാൻ ആ ഒരു കാഴ്ച തന്നെ വലിയ രസമാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഞാനിത് ഇങ്ങനെ ഇത്ര അടുത്ത് നേരിൽ കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട് എനിക്ക് തീർച്ചയായും. അതെ, ഷംനയുടെ ആ വാക്കുകളിൽ നിന്ന് തന്നെയുണ്ട്. ഷംനയുടെ ആ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഷംനയ്ക്ക് എത്രത്തോളം സന്തോഷമുണ്ട് അതിനൊപ്പം പങ്കുചേർന്ന് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിൽ എന്നുള്ളത്. എന്തായാലും അങ്ങനെ ഷംനയുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞിക്കണ്ണനെ നമ്മൾ ബൈ പറഞ്ഞു വിടുകയാണ്. തിരുവനന്തപുരം പാളയത്ത് നിന്നുള്ള കാഴ്ചകളാണ് ഷംന നമ്മളിലേക്ക് എത്തിച്ചത്. എന്തായാലും അവിടെയും വർണ്ണാഭമായി ശോഭായാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.